ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ തേച്ച് പുരട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രണ്ട് വശവും ഒന്ന് പതിയെ ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടൊമാറ്റോ കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ സവാളയും തക്കാളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരുവം മതിയാവും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് ചൂടാറിയിട്ടിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന സവാളയുടെയും തക്കാളിയുടെയും പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ആ പേസ്റ്റിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വയ്ക്കാം. ഫുള്ളായിട്ട് ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു വിസിലൂടെ കേട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പോലും ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. Thank you for watching.